താരപുത്രി ദിയ കൃഷ്ണയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ. ഏറെ നാളുകളായി ആരാധകരും ആകാംക്ഷയോടെ കാത്തിരുന്ന വിവാഹങ്ങളിൽ ഒന്നാണിത്. സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ കല്യാണം നടത്തി മാതൃകയായിരിക്കുകയാണ് ദിയ ഇപ്പോൾ. മക്കൾക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള പിതാവാണ് കൃഷ്ണകുമാർ. മൂത്ത സഹോദരി അഹാന വിവാഹം കഴിക്കുന്നതിന് മുൻപ് ദിയ വിവാഹം കഴിച്ചതും താൽപ്പര്യങ്ങൾക്കനുസരിച്ചാണ്. അതേസമയം വിവാഹത്തിന്റെ ആദ്യ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ വലിയ വിമർശനമാണ് ദിയ നേരിടേണ്ടി വന്നത്. വിവാഹത്തിന്റെ തലേന്ന് മുതലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ദിയ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. വെഡ്ഡിംഗ് വ്ലോഗ് ആണെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ രാവിലെ എഴുന്നേറ്റ് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്നതും വിവാഹവേദിയിലേക്ക് വരുന്നതും ബാക്കി ചടങ്ങുകളുമൊക്കെ കാണിച്ചിരുന്നു. മാത്രമല്ല മേക്കപ്പ് ഇടാത്തതിനെ കുറിച്ചും തന്റെ ലുക്കിനെ പറ്റിയുമൊക്കെ താരപുത്രി സൂചിപ്പിച്ചിരിക്കുകയാണ്. വീട്ടിൽ അമ്മയടക്കം തന്റെ സഹോദരിമാരെല്ലാം അത്യാവശ്യം നന്നായി മേക്കപ്പ് ഇടുന്നവരാണ്. അവരൊക്കെ നല്ല രീതിയിൽ ഒരുങ്ങുകയും ചെയ്യും. എന്നാൽ തനിക്ക് ഒരുങ്ങി നടക്കുന്നതിനോടോ മേക്കപ്പ് ഇടുന്നതിനോടോ തീരെ താല്പര്യമില്ല. വിവാഹത്തിന് ഒരുങ്ങുന്നതും അങ്ങനെ തന്നെയായിരിക്കും. വളരെ ലൈറ്റായിട്ടുള്ള മേക്കപ്പ് മാത്രമേ ഉണ്ടാവൂ. അരമണിക്കൂർ കൊണ്ട് തന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചേക്കുമെന്ന് ദിയ സൂചിപ്പിച്ചു. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ദിയയുടെ വിവാഹത്തിന് പങ്കെടുത്തത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം ഉള്ളതിനാൽ ചടങ്ങുകളൊക്കെ തിക്കും തിരക്കുമൊന്നുമില്ലാതെ നടത്താനും സാധിച്ചിരുന്നു. മാത്രമല്ല ചടങ്ങുകൾ തീർന്ന ഉടനെ ദിയ തന്റെ ഫോട്ടോ സെലക്ട് ചെയ്യുകയും അത് പുറത്തുവിടുകയും ചെയ്തു. അതേസമയം വിവാഹത്തിന് പിന്നാലെ മറ്റൊരു സാരി ധരിച്ചാണ് ദിയ അശ്വിന്റെ വീട്ടിലേക്ക് പോയത്. കേരള സ്റ്റൈൽ ധാവണിയും മുല്ലപ്പൂവും ഒക്കെ ചൂടി അതീവ സുന്ദരിയായിട്ടാണ് ദിയ ഇറങ്ങിയത്. സ്വന്തമായി വാങ്ങിയ പുത്തൻ കാറിലായിരുന്നു വിവാഹശേഷമുള്ള വധുവരന്മാരുടെ യാത്ര. അശ്വിന്റെ അമ്മ അവരുടെ ആചാരപ്രകാരം ഇരുവരെയും വീട്ടിലേക്ക് സ്വീകരിച്ചു. ദിയയുടെ അമ്മ അശ്വിന് മാലയിട്ടപ്പോൾ അശ്വിന്റെ അമ്മ ദിയയ്ക്ക് വളയാണിട്ടത്. എല്ലാ ചടങ്ങുകൾക്കും ശേഷം മറ്റു ആഘോഷങ്ങൾക്കായിട്ട് അവർ ഹോട്ടൽ മുറിയിലേക്ക് പോയി. അവിടെ തങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സർപ്രൈസുകളും കാണിക്കുകയും ചെയ്തു. ശേഷം ദിയയുടെ ആഭരണങ്ങളും മറ്റും അഴിച്ചുമാറ്റാൻ സഹായിക്കുന്ന ഭർത്താവാണുള്ളത്.